അവർ മതിവരുവോളം ആ രാത്രി ആഘോഷിച്ചു. അവർക്ക് അതിനുള്ള അവകാശങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കാരണം അവർ അന്ന് തോൽപ്പിച്ചത് ചാമ്പ്യൻസ് ലീഗിന്റെ രാജാക്കന്മാരെയായിരുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദത്തിൽ റയലിനെ വോൾസ്ബർഗ് 2-0 പരാജയപ്പെടുത്തി കൃത്യം 6 ദിവസങ്ങൾക്ക് ശേഷം അവർ ജർമ്മനിയിൽ നിന്നും റയലിന്റെ തട്ടകമായ സാന്തിയാഗോ ബെർണാബ്യൂവിലെത്തി. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല അവർ റയലിന്റെ പ്രതികാരത്തിന് പാത്രമായെന്ന്. പക്ഷേ റയലിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. 3 ഗോളിന്റെ സമ്പൂർണ്ണ വിജയം മാത്രമേ അവരെ സെമിയിലേക്ക് എത്തുകയുണ്ടായിരുന്നുള്ളൂ. വോൾസ്ബർഗിനെ എതിരിടാനൊരുങ്ങുന്ന റയൽ മാഡ്രിഡിന്റെ ഒരു താരം റയലിന്റെ അസിസ്റ്റന്റ് കോച്ചായ ഡേവിഡ് ബെറ്റോണിയോട് ഒരു കാര്യം പറഞ്ഞു: നാളെ ഞാൻ 3 ഗോളുകൾ നേടും. അപ്പോൾ ആ താരത്തോട് ബെറ്റോണി പറഞ്ഞതിങ്ങനെ: നിനക്ക് മാത്രമേ അതിന് സാധ്യമാകൂ. അവസാന ഘട്ട ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് റയൽ മാഡ്രിഡ് 75,000-ഓളം വരുന്ന കാണികളെ സാക്ഷിയാക്കി മൈതാനത്തേക്ക് ഇറങ്ങി. ആദ്യപാദത്തിൽ നിന്നും വ്യത്യസ്തമായി റയൽ മാഡ്രിഡ് ഒരു മാറ്റം മാത്രമാണ് വരുത്തിയത്. ഡാനിലോയ്ക്ക് പകരം റൈറ്റ് ബാക്കിൽ കാർവഹാൽ വന്നു. ഇത്തവണയും റയലിന്റെ ടച്ചോടെ തന്നെയായിരുന്നു മത്സരത്തിന് തുടക്കം കുറിച്ചത്. ആദ്യ മിനിറ്റുകളിൽ തന്നെ റയൽ മാഡ്രിഡ് ആക്രമിച്ചു തുടങ്ങി. റയലിന്റെ ഒരു കോർണർ ക്രോസ് ബാറിൽ തട്ടി മടങ്ങി. എന്തായാലും സീദാൻ ആദ്യ 11-ൽ വരുത്തിയ ആ മാറ്റത്തിന് 15-ാം മിനിറ്റിൽ തന്നെ ഫലം കണ്ടു. കാർവഹാലിന്റെ ഒരു പാസിൽ നിന്ന് റയൽ അവരുടെ വജ്രായുധമായ ക്രിസ്ത്യാനോയിലൂടെ ആദ്യ ഗോൾ നേടി. അവിടെ നിന്നില്ല. ഏകദേശം 2 മിനിറ്റുകൾക്ക് ശേഷം മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ ടോണി ക്രൂസിന്റെ കോർണറിൽ നിന്നും ക്രിസ്ത്യാനോ അടുത്ത ഗോൾ നേടി. ഉയർന്നു ചാടിയ ക്രിസ്ത്യാനോയെ തടയിടാൻ വോൾസ്ബർഗിന്റെ താരങ്ങളിൽ ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല. മനോഹരമായ ഒരു ഹെഡർ ഗോൾ. തിരിച്ചുവരവിന്റെ ആദ്യ ഭാഗം പിന്നിട്ട റയൽ മാഡ്രിഡിന് അത് മുഴുവിപ്പിക്കാൻ ഒരു ഗോൾ കൂടി വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് അവരുടെ ആക്രമണങ്ങൾ നിർത്തിയില്ല. വോൾസ്ബർഗിനാവട്ടെ അവരുടെ മുന്നേറ്റങ്ങൾ റയലിന്റെ ഡിഫൻസിനപ്പുറം എത്തിക്കാനും സാധിച്ചില്ല. നിലയ്ക്കാത്ത സാന്തിയാഗോ ബെർണാബ്യൂവിലെ ആരവങ്ങൾ റയൽ മാഡ്രിഡിന് ഊർജ്ജമേകി. മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. സമയം 70 മിനിറ്റ് പിന്നിട്ടു. വോൾസ്ബർഗിന്റെ പെനാൽറ്റി ബോക്സിന് പുറത്ത് റയൽ മാഡ്രിഡ് താരം മോഡ്രിച്ചിനെ ഫോൾ ചെയ്തു വീഴ്ത്തുന്നു. കിക്ക് എടുക്കാൻ വന്ന റൊണാൾഡോ പോസ്റ്റിലേക്ക് ഒന്ന് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തു. അതിനുശേഷം എടുത്ത കിക്ക് ഉയർന്നു ചാടിയ വോൾസ്ബർഗ് താരങ്ങളുടെ ഇടയിലൂടെ ഗോൾ പോസ്റ്റിലേക്ക്. അങ്ങനെ ക്രിസ്ത്യാനോ ബെറ്റോണിക്ക് നൽകിയ വാക്ക് പാലിച്ചു. 3 ഗോളുകൾ അവൻ സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. ആ സീസണിൽ സെമിയിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് റയൽ മാഡ്രിഡ് ഫൈനലിലെത്തി. ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-3 പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡ് കിരീടം നേടുകയും ചെയ്തു.